എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വൈകുന്നേരം ഈ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത്. ഇത് രണ്ട് തരത്തിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. രണ്ട് തരത്തിലെയും ഒന്ന് സേവനാഴിയിൽ പിഴിഞ്ഞ് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഒന്നല്ലാതെ തന്നെ. ഇത് രണ്ടും കാണിച്ചു തരാം. നിങ്ങളൊന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇവിടെ 1/2 കപ്പ് റവ ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് തിളച്ച വെള്ളം 1/2 കപ്പാണ് ആദ്യം ഒഴിച്ചു വെക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് അവിടെ അടച്ചു വെച്ചു 10 മിനിറ്റ് നേരം. അപ്പോഴത്തേക്കും ഈ റവ ഈ വെള്ളത്തിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് കുതിർന്ന് വരും. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കുഴയ്ക്കാൻ നേരത്ത് കുറച്ചുകൂടി വെള്ളം ചേർക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിന് മുൻപ് കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനിയും അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് അപ്പം ഇടിയപ്പത്തിൻ്റെയൊക്കെ അരിപ്പൊടിയാണ്. ഇതും ഒരു 1/2 കപ്പ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് പൊടികൾ, അതായത് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഒരു 1/4 ടീസ്പൂണൊക്കെ എടുത്താൽ മതി. അതുപോലെ ഞാൻ കാശ്മീരി മുളക് പൊടി എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കായത്തിൻ്റെ പൊടിയും കൂടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്പൂൺ ഉപയോഗിച്ച് ആദ്യം ഒന്ന് കുഴച്ചു. പിന്നെ നമുക്ക് വെള്ളം ആവശ്യം വരും. അപ്പോൾ തിളച്ച വെള്ളം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതും ഇതിലേക്ക് കുറേശ്ശെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് കൈ വച്ച് കുഴയ്ക്കാം. നമ്മുടെ മാവ് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകവും 1 ടീസ്പൂൺ കറുത്ത എള്ളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്പം ഓയിൽ കൂടി, നമ്മൾ കുക്കിങ്ങിന് ഏതാ എണ്ണയാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണെങ്കിൽ അത്, അല്ല സൺഫ്ലവർ ഓയിലാണെങ്കിൽ അങ്ങനെ. എന്നിട്ട് നല്ലതുപോലെ കൈവച്ച് ഒന്ന് കുഴയ്ക്കണം. ഇതൊരു ചപ്പാത്തി പൂരിയൊക്കെ ഉണ്ടാക്കാനായിട്ട് മാവ് കുഴയ്ക്കുന്ന അതേ പരുവത്തിൽ തന്നെ കുഴച്ചാൽ മതി. അത് നല്ലതുപോലെ ഒന്ന് കുഴച്ച് അവിടെ വച്ചു. ഇനി ഇതിൽ നിന്ന് ചെറിയ ഉരുളകളാക്കി എടുത്തിട്ട് കൈവച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് ആദ്യം ഞാൻ റൗണ്ട് ഷേപ്പിലാണ് ഉരുട്ടിയാണ് എടുത്തത്. എന്നിട്ട് കൈവച്ച് 2 കൈയും വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് നീളത്തിലാക്കി എടുക്കണം. ഒരു വടി പോലൊക്കെ കുഴച്ച് അത് നമ്മളിപ്പം ഒരു കട്ടിങ് ബോർഡിൻ്റെ മുകളിൽ വെച്ചിട്ട് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യില്ല, അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ കൈവച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. എത്രയും കനം കുറച്ചെടുക്കാൻ പറ്റുമോ അത്രയും കനം കുറച്ചെടുത്താൽ നമുക്ക് ഫ്രൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയി കിട്ടും. എന്നിട്ട് ഇതിങ്ങനെ നീളത്തിലാക്കിയിട്ട് ഇതൊരു കത്തി വെച്ചിട്ട് ഓരോ പീസായിട്ട് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇത് രണ്ടറ്റവും കൂടി നമുക്കൊന്ന് വളച്ചിട്ട് റിങ് പോലെയൊക്കെ ആക്കി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതേ ഷേപ്പിൽ നമുക്കിട്ട് വറുത്തെടുക്കാം. ഇത് ഒരു മെത്തേഡാണ്. കണ്ടോ, ആദ്യമേ തന്നെ ഇതൊന്ന് വളച്ചെടുത്തിട്ട് അത് ഒരു റിങ് പോലെ നമ്മുടെ ഉഴുന്നുവടയുടെയൊക്കെ ചെറിയൊരു രൂപമായിട്ട്, അതായത് അധികം കനമില്ലാണ്ട് വേണം. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്ത് കിട്ടാനായിട്ട്, ഫ്രൈ ആയി കിട്ടാനായിട്ട്, ക്രിസ്പി ആയിട്ട് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ കനം കുറച്ച് ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് നമുക്കിതുപോലെ റിങ്ങായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ പകുതി മാവാണ് ഇതുപോലെ ചെയ്യുന്നത്. ബാക്കി സേവനാഴിയിലിട്ട് അത് പിഴിഞ്ഞ് അങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കണ്ടോ, നമ്മൾ റിങ് ഷേപ്പിലുള്ളത് കുറേ ഞാൻ റിങ് ഉണ്ടാക്കി വെച്ചു. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച്, അല്ലെങ്കിൽ ഒരു ചീനച്ചട്ടി ഞാൻ എടുത്തിരിക്കുന്നത്, ചെറിയ കുഴിയുള്ള, അതിനകത്ത് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരണം. ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇത് എണ്ണ ചൂടായോ, നല്ലപോലെ ചൂടായോ എന്ന് അറിയാനായിട്ട് ഹൈ ഫ്ലെയിമിലാണ് ആദ്യം വെച്ചിരുന്നത്. ഒരു നുള്ള അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പൊങ്ങി വരുവാണെങ്കിൽ ഓയിൽ നല്ലതുപോലെ ചൂടായിട്ടുണ്ടെന്ന് സാരം. എന്നിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം നല്ലതുപോലെ മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ച് മറിച്ചു വിട്ട് നല്ലതുപോലെ മൂപ്പിച്ച് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് വറുത്ത് കോരാം.
പിന്നെ കുറച്ച് നമ്മൾ റിംഗ് ഷേപ്പിലായിട്ട് വറുത്ത് കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സേവനാഴിയാണ് എടുക്കാൻ പോകുന്നത്. അതും എളുപ്പമാണ്. അതായത് സേവനാഴിയിൽ സ്റ്റാറായിട്ടുള്ള ഒരു അച്ചിട്ടിട്ട് നമുക്കിതിലേക്ക് ആ മാവിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് പിഴിഞ്ഞ് ഈ ഡയറക്റ്റായിട്ട് ഈ തിളച്ച് കിടക്കുന്ന എണ്ണയിലേക്ക് തന്നെ പിഴിഞ്ഞു കൊടുക്കാം. എന്നിട്ട് അതും ഇതുപോലെ തന്നെ തിരിച്ച് മറിച്ചു വിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ച് ഫ്രൈ ചെയ്ത് എടുത്തു. ഇവിടെ നമ്മൾ തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണം. നല്ലതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കിത് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. നല്ല വൈകുന്നേരത്തെ ചായക്ക് നല്ല ബെസ്റ്റാണ്. നല്ല ക്രിസ്പിയാണ്, കഴിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ഇത് കണ്ടോ, ഒന്ന് ഒടിച്ച് കാണിച്ചു തരാം. നല്ല ക്രിസ്പി ആയിട്ടിരിപ്പുണ്ട്. നല്ലതുപോലെ കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.